ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഒരു ദിവസം കൊണ്ട് 20 മില്യൺ സബ്സ്ക്രൈബ്സ് കടന്നിട്ടുള്ള ഒരു ചാനൽ എന്നുള്ളത്. ആരുടെയാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയുണ്ടായി. അതിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അനൗൺസ് ചെയ്യുകയുണ്ടായി, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിന് 700 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോളോവേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലുള്ള വ്യക്തികളെല്ലാം ഈ ഒരു യൂട്യൂബ് ചാനലിനെ ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് 20 മില്യൺ സബ്സ്ക്രൈബ്സ് കടന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും രസകരം അല്ലെങ്കിൽ ഏറ്റവും ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? നമ്മളെല്ലാവരും സബ്സ്ക്രൈബ്സ് ആയി ഒരു ലക്ഷം ആയി കഴിഞ്ഞാൽ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇദ്ദേഹത്തിന് ഒരു ദിവസം കൊണ്ട് ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടി. ഓക്കെ, ഗോൾഡ് പ്ലേ ബട്ടനാണ് കിട്ടിയിരിക്കുന്നത്. അത് ഇദ്ദേഹം കാണിക്കുന്നുണ്ട്, കണ്ടോ? ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 31 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലേ ബട്ടൺ കിട്ടിയത് ഇവിടെ കണ്ടോ? പ്ലേ ബട്ടൺ കിട്ടിയതിൻ്റെ വീഡിയോ ഉണ്ടോ? ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളോടുകൂടി ചേർന്ന് ഒരു ഗോൾഡ് പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യാണ്, അൺബോക്സിങ് ചെയ്യാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ നോക്കിക്കോണം. ഒരു ദിവസം കൊണ്ടുള്ള വീഡിയോ, കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, കണ്ടോ? ഇത്രയധികം വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, കണ്ടോ? ഇദ്ദേഹത്തിന് 23 മില്യൺ, 7.4 മില്യൺ, ഇത്രയൊക്കെ തന്നെ. എന്നിരുന്നാലും വ്യൂസ് വളരെ കുറവ് തന്നെയാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇദ്ദേഹം ആ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞു. അത്രയും ഫാമിലി മെമ്പേഴ്സ് വന്ന് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ അവരെ ഫോളോ ചെയ്തിരിക്കുകയാണ്. യു ആർ ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞിട്ട് ബാഡ്ജ് മാർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരു ദിവസം കൊണ്ട് പടപടാതെ നടന്നു. ഓക്കെ, യൂട്യൂബ് തീർച്ചയായിട്ടും ഇത്തരം ഫേമസ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ സപ്പോർട്ടീവ് തന്നെയാണ്. എന്താ വെച്ചാൽ അവർക്കൊന്ന് ഫേസ് വാല്യൂ ഉണ്ട്. അവർ യൂട്യൂബിൽ ഇത്തരത്തിൽ കടന്നു വന്നാൽ തീർച്ചയായിട്ടും 20 മില്യൺ അല്ല അതിൽ കൂടുതൽ സബ്സ്ക്രൈബ്സ് കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിനൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് അത്തരത്തിലൊരു ബ്രാൻഡ് വാല്യൂയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലോക ജനതകൾ അറിയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഏതൊരു കാര്യം സിമ്പിളാണ്. അദ്ദേഹത്തിന് പവർ, അതായത് പണമായിക്കോട്ടെ, പ്ലാറ്റ്ഫോമിൽ ഓഡിയൻസ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേജ് അത്തരത്തിലുള്ള ലെവലിൽ എത്തിയത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള സ്റ്റേജിലുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഏതൊരു പ്ലാറ്റ്ഫോമും അത് വളരെ നിഷ്പ്രയാസം തന്നെ കൈകാര്യം ചെയ്യാൻ അത്രയധികം ഫോളോവേഴ്സ് വരും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ, ഇപ്പോൾ യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും അത്തരത്തിലുള്ള ഒരു ഫേസ് വാല്യൂ കിട്ടാനും അതുപോലെ ബ്രാൻഡ് വാല്യൂ കിട്ടാനും നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് കിട്ടാനും ഉയർന്നു വരാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് കീപ്പ് ചെയ്ത് വീഡിയോസ് ഇടുക, അതും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കണ്ടൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അത്തരത്തിൽ മുന്നോട്ട് പോകുന്തോറും നമ്മളും ഒരു ബ്രാൻഡ് വാല്യൂവിൽ എത്തിച്ചേരും. അതിനുവേണ്ടി പ്രയത്നിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളും എത്തിച്ചേരും. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വന്നത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല നല്ല യൂട്യൂബ് ടിപ്സും നല്ല നല്ല വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.